ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്തുള്ള കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുമ്പിലാണ്. ആ ധ്യാനകേന്ദ്രത്തിന് മുമ്പിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ. ധാരാളം ഭക്തജനങ്ങളാണ് മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥന നിരതമായിട്ട് നിൽക്കുന്നത്. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഈ ദേവാലയത്തിൽ കുടികൊള്ളുന്നു. ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന സ്ഥലത്ത് മെയിൻ റോട്ടിൽ തന്നെയാണ് ഈ ധ്യാനകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സുകളും ഇവിടെ നമുക്ക് നിർത്തി തരുന്നുണ്ട്. അതിനാൽ ധ്യാനകേന്ദ്രത്തിൽ വരുവാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. വോൾവോ വരെയുള്ള ബസ്സുകൾ ഇവിടെ നിർത്തി കൊടുക്കുന്നുണ്ട്. ഇതാണ് കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുൻഭാഗം. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു തിരുസ്വരൂപം ധ്യാനകേന്ദ്രത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇരു കൈകളും നീട്ടി തൻ്റെ മക്കളെ ആശീർവദിക്കുന്ന യേശുവിൻ്റെ തിരുസ്വരൂപം. അതിന് താഴെ അമ്മയുടെ തിരുസ്വരൂപം കാണാം. അനേകം ഭക്തജനങ്ങൾ ഈ ദേവാലയത്തിലേക്ക് ദിവസവും എത്തിച്ചേരുന്നു. ഇതിപ്പോൾ ഞാൻ മെയിൻ ഹാളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനെയാണ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞത്. ധ്യാന കേന്ദ്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലതുഭാഗത്ത് കാണുന്നതാണ് ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയത്തിൻ്റെ വലതുഭാഗത്തായിട്ട് 4-5 കൗണ്ടറുകളിൽ നിന്നാണ് നമുക്ക് വേണ്ടതായ ജപമാല, മാതാവിൻ്റെ ഫോട്ടോ, കാശുരൂപം, തേൻ, നെയ്യ്, തിരി എന്നിവയെല്ലാം ലഭിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ കാണുന്ന സ്റ്റേജിലാണ് മാതാവിൻ്റെ വലിയ ഒരു തിരുസ്വരൂപം കാണാൻ സാധിക്കും. അവിടെ ധാരാളം ഭക്തജനങ്ങൾ കൂടി നിൽക്കുന്നു. ഭക്തജനങ്ങൾ അമ്മയുടെ മുമ്പിൽ തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇറക്കി വയ്ക്കുവാനുള്ള ശ്രമത്തിലാണ്. ഓരോ ദിവസവും കേരളത്തിൻ്റെ എന്ന് തന്നെയല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമാത്രം അമ്മ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ കുടികൊള്ളുന്നു. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ബഹുമാനപ്പെട്ട ജോസഫച്ചന് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അമ്മയോട് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ. ആ അമ്മ സ്വന്തം മകനോട് തൻ്റെ മക്കളുടെ വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ മാധ്യസ്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്കായി അവ വാങ്ങിത്തരുന്നു. അതാണ് അമ്മയുടെ പ്രധാനപ്പെട്ട മാധ്യസ്ഥം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഉടമ്പടി എടുക്കുന്ന നമ്മളും യേശുവുമായിട്ടാണെങ്കിലും അവയ്ക്ക് മധ്യസ്ഥം ലഭിക്കുന്നത് പരിശുദ്ധ കൃപാസനം മാതാവ് തന്നെയാണ്. അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്തേക്ക് ഭക്തജനങ്ങളുടെ കുത്തൊഴുക്ക് ഓരോ ദിവസം നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ ആ കന്യാസ്ത്രീ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഈ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച് ഇവിടെ നിന്നാണ് മാതാവിൻ്റെ ചെറിയ തിരുസ്വരൂപം, മുത്തുകുട, മണി, ധൂപകുറ്റി എന്നിവയുടെ അകമ്പടിയോടെ മെയിൻ ഹാളിലേക്ക് പ്രദക്ഷിണമായിട്ട് പോകുന്നത്. അതിനു മുൻപായിട്ടുള്ള ഒരു വിശദീകരണ ക്ലാസ്സാണ് ഇപ്പോൾ ആ സിസ്റ്റർ അവിടെ കൂട്ടിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തടസ്സം കൂടാതെ കൃപാസനം ഉടമ്പടി എടുത്ത് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി അങ്ങനെ ഒരു ചെറിയ ഒരു ക്ലാസ് അവിടെ നടത്തുന്നത്. അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തെ ലോകപ്രിയമായ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ഓരോ ദിവസത്തെ സാക്ഷ്യങ്ങളും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. അസാധ്യമെന്ന് നാം വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾക്കും അമ്മ മാധ്യസ്ഥം വഴി ഉടമ്പടി നിയമങ്ങൾ സാധിപ്പിച്ചു തരുന്ന ഒരു പ്രക്രിയ ഇവിടെ ഓരോ ദിവസം നടക്കുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങളുടെയും ഉള്ളടക്കം.
നമുക്ക് പതുക്കെ മെയിൻ ഹാളിലേക്ക് പോകാം. ഒരു നടപ്പാതയിലൂടെ വേണം നമുക്ക് മെയിൻ ഹാളിലേക്ക് പോകുവാനായിട്ട്. ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അതിനാൽ അല്പം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഇടം കൂടിയാണ് ഈ നടപ്പാത. ഈ നടപ്പാതയുടെ വലതുഭാഗത്തായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഉടമ്പടി ടോക്കൺ ലഭിക്കുന്ന ഒരു കൗണ്ടറുണ്ട്. അതാണ് ഇത്രയും തിരക്ക് ഇവിടെ കാരണം. എല്ലാ ദിവസവും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ നമുക്ക് വേണമെങ്കിൽ ശക്തമായ ഒരു കാരണങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അതിനുള്ള ടോക്കൺ ലഭിക്കുന്നത് ഈ നടപ്പാതയോട് ചേർന്നുള്ള ഒരു ചെറിയ ഓഫീസിലാണ്. അതുകൊണ്ടാണ് അവിടെ അത്രയും തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ മെയിൻ ഹാളിൻ്റെ വലതു ഭാഗത്തുള്ള തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ വലതു ഭാഗത്തായിട്ട് ധാരാളം കൗണ്ടറുകൾ കാണാൻ സാധിക്കും. അവിടെയാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കും ഉടമ്പടി വീണ്ടും പുതുക്കുന്നവർക്കും ഉടമ്പടി വസ്തുക്കൾ ലഭിക്കുന്ന കൗണ്ടറുകളെല്ലാം ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് അല്പം തിരക്ക് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അത്ഭുത കിണറിൻ്റെ അടുത്താണ്. ഈ കിണറിലെ വെള്ളം ഇപ്പോഴും ജനങ്ങൾ തീർത്ഥ ജലമായിട്ട് ഉപയോഗിക്കുന്നു. പലരും അത് കുടിക്കുവാനും വീടുകളിലേക്ക് വെഞ്ചരിച്ച വെള്ളമായി കൊണ്ടുപോകാനും വെള്ളം നിറയ്ക്കുന്ന നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കിണറിൻ്റെ മുകളിലാണ് ഒരു കൽബലിയുടെ മാതൃകയിൽ വെള്ളം ലഭിക്കുന്ന ടാപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നതിനുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറുകൾ. ഓരോ ദിവസവും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ ഇപ്പോൾ ധാരാളം വളണ്ടിയേഴ്സിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ്. അതിനാൽ യാതൊരു സങ്കോചവും കൂടാതെ ഇവിടെ കാര്യങ്ങൾ നടത്തി പോകുവാൻ സാധിക്കും. ഇപ്പോൾ നാം കാണുന്ന ക്യൂ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺ ലഭിക്കുന്ന ഒരു കൗണ്ടറാണ്. അതായത് 3-ാം നമ്പർ കൗണ്ടർ. അതിനടുത്തായിട്ട് ഉടമ്പടി പത്രം ലഭിക്കുന്ന ഒരു കൗണ്ടറും കാണാൻ സാധിക്കും. ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ദേവാലയത്തിൻ്റെ സ്ഥലപരിമിതി മൂലം അല്പം സങ്കീർണമാണ്. അത്രയധികം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പതുക്കെ പുറത്തേക്ക് കടക്കാം. ധാരാളം ഭക്തജനങ്ങൾ ഉടമ്പടി പുതുക്കുവാനായിട്ട് ഇവിടെയുണ്ട്. ഈ ലൈൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കൗണ്ടർ നമ്പർ 2. ഇത് കൗണ്ടർ നമ്പർ 3 ആണ്. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് കൗണ്ടർ നമ്പർ 2-ൽ നിന്നാണ്. ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കും പുതുക്കുന്നവർക്കും പ്രത്യേക ക്ലാസ്സുകളുണ്ട്. അത് ഈ ബിൽഡിങ്ങിൻ്റെ 1-ാമത്തെ നിലയിൽ ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ക്ലാസ്സുകളും ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ക്ലാസ് 2-ാം നിലയിലുമാണ് നടത്തപ്പെടുന്നത്. ഉടമ്പടി പുതുക്കുന്നതിന് ധാരാളം ഭക്തജനങ്ങളാണ് ക്യൂവിൽ നിൽക്കുന്നത്. അതിനപ്പുറത്ത് തന്നെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള കൗണ്ടർ കാണാൻ സാധിക്കും. ഇവിടുത്തെ വളണ്ടിയേഴ്സ് നൽകുന്ന ക്ലാസുകൾ, അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ യാതൊരു കാലതാമസം കൂടാതെ ഉടമ്പടി എടുത്തു പോകുവാൻ സാധിക്കും. അതിനാൽ പ്രത്യേകം അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ദിവ്യാരാധന ചാപ്പലിൻ്റെ മുമ്പിലാണ്. കൃപാസനം ഉടമ്പടി എടുക്കുന്നവർ ഉടമ്പടി പത്രിക ഉടമ്പടി പേടകത്തിൽ നിക്ഷേപിക്കുന്നത് ഈ ദിവ്യാരാധന ചാപ്പലിന് ഉള്ളിലുള്ള പേടകത്തിലാണ്. ഇപ്പോൾ നാം കാണുന്ന കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവരുടെ ഒരു സംഘം ഉടമ്പടി പേടകത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന ഡയറക്ഷൻ നൽകുകയാണ് അവിടെയുള്ള വോളണ്ടിയർ. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കും ഭക്തജനങ്ങളെ കൃപാസനം ഉടമ്പടി പേടകത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പടി പ്രതിജ്ഞയ്ക്കും ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പത്രിക പേടകത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു പോകുവാനുള്ള സൗകര്യം ലഭിക്കുക. ഹാളിലും അതിനോട് ചേർന്നുള്ള നടപ്പന്തലിലും ധാരാളം ഭക്തജനങ്ങളാണ് ഇന്നേ ദിവസം ഇവിടെ സന്നിഹിതമായിട്ടുള്ളത്. അതിനാൽ തന്നെ നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനും പുതുക്കാനും ഈ ദേവാലയത്തിൽ ചില നിശ്ചിത ദിവസങ്ങളായിരുന്നു ഉടമ്പടി എടുക്കാനും പുതുക്കാനുമായിട്ടുള്ള സൗകര്യം ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. അതിനാൽ ഏത് ദിവസം ഇവിടെ വന്ന് നമ്മുടെ സൗകര്യാർത്ഥം ഉടമ്പടി എടുത്തു പോകുവാൻ സാധിക്കും. ജൂലൈ മാസത്തെ അതിശക്തമായ മഴയുള്ള ഒരു ദിവസമായിട്ട് പോലും ധാരാളം ഭക്തജനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ നാം കാണുന്നത് കൃപാസന മാതാവ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് 4 ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ടപ്പോഴുള്ള മാതാവിൻ്റെ അതേ രൂപമാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുള്ളത്. ഈ മാതാവിൻ്റെ പ്രത്യേകത, മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ഒരു ചിഹ്നമാണ് ജോസഫ് അച്ഛന് അന്ന് കാണപ്പെട്ടത്. അതേ രൂപത്തിലുള്ള ഒരു സ്റ്റാച്ചു ആണ് ഇവിടെ നിർമ്മിച്ചു വച്ചിട്ടുള്ളത്. ഇപ്പോൾ കാണുന്നത് ഈ മാതാവിൻ്റെ മുമ്പിലുള്ള വെഞ്ചരിച്ച അവിടെ നിന്നത് ഭക്തജനങ്ങൾ പൂജ്യമായി ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയും.